അപ്പൊ 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 50,000 രൂപയാണ് എനിക്ക് ഫൈനായിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്, ഒരുപാട് വ്ളോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തതിന് സൂരജിന് കിട്ടിയൊരു പണിയാണ്. ഇതുപോലൊരു പണി എനിക്കും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഒരു ക്രിസ്മസ് സമയത്താണ്. ഞാൻ ആ സമയത്ത് റീൽസ് നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വൈൻ റെസിപ്പീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വൈൻ റെസിപ്പി ഇട്ടു, പൈനാപ്പിളിൽ. എൻ്റെ ഭാഗ്യദോഷത്തിന് ആ റീല് കയറി റീച്ച് ആവുകയും ചെയ്തു. അതിൻ്റെ പേരെല്ലാവരും മാറ്റി പറകൊണ്ട് വൈറനാക്കി. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ എക്സൈസിനെ മെൻഷൻ ചെയ്ത് കമൻറ്റ് ഇട്ടു. എക്സൈസ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലും വന്നു. എക്സൈസ് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. അവരെന്നെ കൊണ്ട് യൂട്യൂബിലെ 10ഓളം നല്ല റീച്ചായി നിൽക്കുന്ന 10ഓളം വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു 7-8ഓളം വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതുപോലെ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന വൈൻ പോലത്തെ റെസിപ്പി ഇനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കും, കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വൈൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതല്ല കോമഡി. ഞാൻ ഏത് വീഡിയോ കണ്ടിട്ടാണോ വൈൻ വീഡിയോ ഇട്ടത്, ആ വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷവും ഈ വർഷവും ആവശ്യം പോലെ ആൾക്കാർ വൈൻ റെസിപ്പി ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അത് വൈൻ മേക്ക് ചെയ്തതിൻ്റെ വീഡിയോ, അത് കുഴിച്ചിടുന്നതിൻ്റെ വീഡിയോ, അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ, അത് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, ഇതെല്ലാം പാർട്ടായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതിൽ ഏറ്റവും കോമഡി ഇതല്ല. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ആൽക്കഹോളിക് പ്രോഡക്റ്റിൻ്റെ, നമ്മുടെ ബാറിലൊക്കെ കിട്ടുന്ന തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ ഓപ്പണായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതൊന്നും ആൽക്കഹോൾ കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഷയമേ അല്ല. ഇപ്പോൾ സൂരജ് പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും പല നിയമമാണ്. സൂരജിനൊരു നിയമം, എനിക്കൊരു നിയമം, ബാക്കിയുള്ളവർക്കെല്ലാം വേറെ വേറെ നിയമങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർക്കെതിരെയൊന്നും ആക്ഷൻ വരാത്തതെന്ന് എനിക്കറിയില്ല. ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. കാര്യം അവരും ചെയ്യുന്നത് അതാണ്, ഞാനും ചെയ്യുന്നത് അതാണ്. പക്ഷേ എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ ഇതിൻ്റെ നിയമവശങ്ങളോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണമെന്നോ ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.